ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. റെയിൽവേയിലെ ഒരു എൻട്രി ലെവൽ പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. എൻട്രി ആണ് എന്ന് കരുതി ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഒരു റെയിൽവേയിൽ കിട്ടാവുന്ന ഒരു നല്ല ജോലി തന്നെയാണ് ഗ്രൂപ്പ് ഡി. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റിനെ പറ്റി എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഓൾറെഡി ന്യൂസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ഒന്ന് മാറ്റുകയുണ്ടായി. അതിൻ്റെയും അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുകയുണ്ടായി. അപ്പം നിലവിലെ നോട്ടിഫിക്കേഷൻ്റെ വിവരങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നിലവിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 31/1/2026 അതായത് കഴിഞ്ഞു. 31/1/2026 തുടങ്ങി. ഇനി അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2/3/2026 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് നൽകുന്നത് 2 ദിവസം കൂടിയുണ്ട്. 4/3/2026 ഇത് കൂടാതെ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വിൻഡോ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള ഒരു സമയം കൂടി തരുന്നുണ്ട്. അത് 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള സമയത്താണ്. ഇനിയും സ്ക്രൈബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രൈബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റിമേറ്റ് ചെയ്യാനുള്ള ടൈം തന്നിരിക്കുന്നത് 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ്. മാർച്ച് 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഈ വേക്കൻസിയുടെ സാലറി എന്ന് പറഞ്ഞാൽ 18,000 രൂപ ബേസിക് പേ ആണ്. എന്ന് കരുതി ആരും ഈ സാലറിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് കരുതുന്നത്. നിങ്ങൾക്ക് ഏതാണ്ട് 30 രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ നിങ്ങളുടെ ബൈ ഹാൻഡ് കൂടുതൽ ക്യാഷ് കിട്ടും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. OBC വിഭാഗങ്ങൾക്ക് 3 വർഷം കൂടി എക്സംഷൻ കിട്ടും. 36 വരെ പറ്റത്തില്ല, 35 വയസ്സ് വരെ എഴുതാൻ പറ്റും. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷം കൂടി എക്സംഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു 38 വയസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 38 നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 37 വരെയൊക്കെയുള്ള ഏജിലാണ് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനിയും ഒരു ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് ആൻഡ് EWS കാറ്റഗറിക്ക് 93 വരെ, 2/1/93-ലും. ഇനി OBC കാറ്റഗറി ആണെങ്കിൽ 2/1/1990-ലും ജനിച്ചവരായിരിക്കണം. ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 89 മുതലാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല. ഇനി SC/ST വിഭാഗങ്ങൾക്കാണെങ്കിൽ 2/1/1988 വരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ഡേറ്റ ബേസിലായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് 10-ാം ക്ലാസ്സിൽ പാസ്സായിരിക്കണം. ശേഷം ITI അല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടുള്ളൊരു യോഗ്യതയും നിങ്ങൾ നേടിയിരിക്കണം. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്നുള്ളതാണ്. ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിലുള്ളത് എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നുള്ളതാണ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് ശേഷമാണ് ഇതിനകത്തുള്ളത്. അതായത് ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തും. അതിൽ പ്രധാനമായിട്ടും റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. അതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്. റെയിൽവേയിലെ മറ്റ് എക്സാമുകൾക്കുള്ള പോലെ തന്നെയുള്ള സബ്ജക്റ്റുകളുണ്ട്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. മസ്റ്റായിട്ട് അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി മസ്റ്റായിട്ട് നോക്കും. ശാരീരികക്ഷമത വളരെ വേണ്ടൊരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ബേസ് റിലേറ്റഡ് ജോലികളാണ്. വാട്ടർ ഫില്ലിങ്, അതുപോലെ തന്നെ ട്രാക്ക് റിലേറ്റഡ് ട്രാക്ക്മാൻ എന്നൊക്കെയുള്ള പല റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ജോലികൾ തന്നെ ഇവിടെ ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഇതിന് ശേഷം മെഡിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാവും. ഈ മെഡിക്കൽ വെരിഫിക്കേഷൻ റെയിൽവേയുടെ ആയതുകൊണ്ട് തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിഫൻസിനൊക്കെ സമാനമായിട്ട് റെയിൽവേക്ക് ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടായിരിക്കും. അവരായിരിക്കും ഇതിന് അപ്രൂവൽ തരേണ്ടത്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങൾ സാധാരണ PSCക്കൊക്കെ അപ്രൂവ് ചെയ്യുന്ന പോലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ പോകാൻ ഒക്കത്തില്ല. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ ബേസ് ചെയ്ത് തന്നെ വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുവാനുള്ളത്. ഇനി എക്സാമിനേഷൻ്റെ, അതായത് CBT എക്സാമിനേഷൻ്റെ ക്രൈറ്റീരിയയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും 90 മിനിറ്റ് നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതിൽ ജനറൽ സയൻസിന് 25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. മാത്തമാറ്റിക്സിൽ നിന്ന് 25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ പരീക്ഷയ്ക്കകത്തും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഈ പറയുന്ന പോലെ ജനറൽ ഇൻ്റലിജൻസിനും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ആണ്. ഈ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ചോദ്യങ്ങളാണ് നന്നായിട്ട് വരുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തയ്യാറെടുപ്പുകളും അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു തന്നെ പോയെങ്കിലേ നമുക്കിതിൽ നന്നായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഈ കറണ്ട് അഫേഴ്സ് CBT ആയതുകൊണ്ട് തന്നെ പല സെഷനുകളിൽ നടക്കുന്ന പരീക്ഷകൾക്ക് വരുന്ന ചോദ്യങ്ങൾ 6 മാസം മാത്രമല്ല, പലപ്പോഴും 1-2 വർഷം പഴക്കമുള്ള കറണ്ട് അഫേഴ്സ് പോലും ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ അസസ് ചെയ്യേണ്ടി വരും. ഇനി അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതിൽ മെയിലിനും ഫീമെയിലിനും 2 മാനദണ്ഡം വെച്ചിട്ടാണ് അവർ അസസ് ചെയ്യുന്നത്. അതിൽ 100 മീറ്റേഴ്സ് 2 മിനിറ്റ് കൊണ്ട് 35 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് മെയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. എന്നാൽ ഫീമെയിൽ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് വെയിറ്റ് കുറയുന്നുണ്ട്. 30 കിലോ എന്നുള്ളത് 20 കിലോ ആയിട്ട് കുറയുന്നുണ്ട്. അത് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് നടക്കുക എന്നുള്ളൊരു മാനദണ്ഡത്തിലേക്ക് മാറും. അതായത് ലിഫ്റ്റ് ചെയ്യേണ്ടത് വെയിറ്റിൻ്റെ അളവ് സ്ത്രീകൾക്ക് കുറവാണ്. ഇനിയും
റണ്ണിങ്ങും ഇതിനകത്ത് പറയുന്നുണ്ട്. 100 മീറ്റേഴ്സ്, അതായത് 1 കിലോമീറ്റേഴ്സ് മെയിൽ കാൻഡിഡേറ്റ് 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓടി കവർ ചെയ്യണം. എന്നാൽ ഫീമെയിൽ ആണെങ്കിൽ ഇതേ ദൂരം തന്നെ, ദൂരത്തിൽ മാറ്റമില്ല, അതിന് 5 മിനിറ്റും 40 സെക്കൻഡും തരും. മെയിൽസിനും ഫീമെയിൽസിനും 2 മാനദണ്ഡം തന്നെയാണ് എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാനദണ്ഡം ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ളവർ മാത്രം ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാറ്റഗറി. ഇനി ഇതിന് ഫീസ് ഉണ്ട്. ഇതിന് പ്രധാനമായിട്ടും 500 രൂപയാണ് സാധാരണഗതിയിലുള്ള ഫീസ്. അതായത് ജനറൽ, EWS, OBC മുതലായ വിഭാഗങ്ങൾക്ക് 500 രൂപയാണ് ഫീസ്. എക്സാമിനേഷൻ്റെ ഫീസ് 100 രൂപയേ ഉള്ളൂ. ബാക്കി ഒരു ഡെപ്പോസിറ്റ് പോലെയാണ് റെയിൽവേ വാങ്ങുന്നത്. 400 രൂപ തിരിച്ച് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, കൊടുക്കുന്ന അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തരും. എന്നാൽ നിങ്ങൾ എക്സാം എഴുതാത്ത പക്ഷം മുഴുവൻ തുകയും റെയിൽവേ അതിലേക്ക് എടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതല്ല. ഇനിയും അതുപോലെ തന്നെ SC ST വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽ സ്ത്രീകൾക്കും ഈ ഒരു പ്രിവിലേജ് കിട്ടും, എക്സ് സർവീസ്മാനും ഈ ഒരു പ്രിവിലേജ് കിട്ടും. ഇവർക്ക് 250 രൂപ മാത്രമാണ് നിങ്ങൾ കെട്ടിവെക്കേണ്ടുന്ന ഫീസ്. അതായത് നിങ്ങൾക്ക് എക്സാമിനേഷന് ഫീസ് ഇല്ല, മറിച്ച് നിങ്ങൾ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് 250 റുപ്പീസ് പേ ചെയ്യണം. എന്നാൽ ഈ തുക നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താൽ, അതായത് ഹാളിൽ എൻ്റർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. പൂർണ്ണമായിട്ടും തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഈ തുകയും റെയിൽവേയിലേക്ക് തന്നെ കണ്ടുകിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് വേണം, ഇതിൽ പങ്കെടുക്കണം എന്നുള്ളത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ഫീസ് ഒന്നും തന്നെ തിരിച്ചു ലഭിക്കുന്നതല്ല. ഇനിയുള്ളത് പഠനത്തിൻ്റെ കാര്യമാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ്. ഏതാണ്ട് 20,000-ലധികം പോസ്റ്റിംഗ് നടക്കുന്ന ഒരു പോസ്റ്റാണ്. മാത്രമല്ല റെയിൽവേ ഒരു എൻട്രി ലെവലിൽ കയറിയാൽ പോലും നിങ്ങൾക്ക് ധാരാളം എക്സാമുകൾ എഴുതി കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഈ ഒരു എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോവുക. അത്യാവശ്യം നല്ല മത്സരമുള്ളൊരു എക്സാമിനേഷനാണ്. എന്നാൽ പ്രിപ്പയർ ചെയ്താൽ കിട്ടാൻ എളുപ്പമുള്ളൊരു എക്സാമിനേഷനുമാണ്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിനെ ജോയിൻ ചെയ്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോയി ഈ ഒരു എക്സാമിനേഷൻ ഇപ്പോൾ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിലെ മറ്റു വിവരങ്ങൾ അറിയുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.